DJI Mini 2 ഇതിൻ്റെ 2-3 വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ട്. പല രീതിയിൽ നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ Mini 2ൻ്റെ ഒരു ന്യൂനത എന്താ വെച്ചാൽ ഇതിന് നമുക്ക് ഫോളോ എന്ന് പറഞ്ഞ മോഡ് ഇതിനില്ല. കാരണം മിക്കവാറും AR സീരീസ് വരെ നമുക്ക് ഡ്രോൺ നമ്മളെ ഫോളോ ചെയ്യും. പലപ്പോഴും ഇതേപോലത്തെ ഒരു അന്തരീക്ഷത്തിലൊക്കെ നമുക്ക് പലപ്പോഴും ഫോളോ ചെയ്യുന്ന മോഡുകൾ ഉണ്ടെങ്കിൽ ഒരു ട്രാവൽ വീഡിയോഗ്രാഫി ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളെ കൂടെ ഇങ്ങനെ ഡ്രോൺ പോന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷ്വൽ എഫക്റ്റ് തരും. മുമ്പ് ഞാൻ 2-3 വീഡിയോ നിങ്ങൾക്കവിടെ ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. 2-3 വീഡിയോ നമ്മളെ എയർ കംപ്ലീറ്റ് ഫോളോ ചെയ്യുന്ന മോഡുകളും അതുപോലെ നമ്മളെങ്ങനെ സ്ഥലങ്ങളൊക്കെ കാണിക്കുമ്പോൾ എങ്ങനെ ഫോളോ ചെയ്യുന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് നമ്മളെ Mini 2 വെച്ചിട്ട് എങ്ങനെ ഫോളോ ചെയ്യാമെന്നാണ്. Mini 2 ഇറങ്ങിയിട്ട് കുറച്ച് കാലമെങ്കിലും ഞാനും ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷത്തോളമായി Mini 2 ഈ ഡ്രോൺ തന്നെ. പക്ഷേ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല. അതിന് കാരണം ഇതിൻ്റെ ആപ്പ് അപ്ഡേറ്റ് ചെയ്തതല്ല, ആപ്പ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ അതിന് എന്തൊക്കെ ന്യൂനതകളുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനത് അപ്ഡേറ്റ് ചെയ്യാൻ പോയിട്ടില്ല. Mini 2ന് ലിച്ചി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലിച്ചി ആപ്പ് മുമ്പും ഉണ്ട്, പക്ഷേ Mini 2ന് പുതിയൊരു വെർഷൻ ഇപ്പോൾ ഈ ഏപ്രിൽ റിലീസായി. ലിച്ചി ആപ്പ് നമുക്ക് ആൻഡ്രോയിഡ് ഫോണിനും അതുപോലെ തന്നെ ആപ്പിൾ ഫോണിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ലിച്ചി ആപ്പ് ഉണ്ട്. ലിച്ചി ആപ്പിന് ഏകദേശം വില വരുന്നത് നമുക്ക് 2100 രൂപ നമുക്കൊരു ലൈഫ് ടൈം ചാർജ് നമ്മൾ കൊടുത്താണ് ലിച്ചി ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ ഞാൻ 2 ദിവസം മുമ്പാണ് ലിച്ചി ആപ്പ് ഡൗൺലോഡ് ചെയ്തത്. അതിൽ നമുക്ക് പല രീതിയിലും വേ പോയിൻറ്റ്സ് കൊടുത്തിട്ട് ഡ്രോൺ ഓരോ സ്ഥലത്ത് നമ്മൾ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോയി ഫ്ലൈ ചെയ്ത് വരും. ലിച്ചി ആപ്പിലുള്ള വേറൊരു പ്രധാനപ്പെട്ട ഓപ്ഷൻ നമുക്ക് ഫോളോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് DJIൻ്റെ ആപ്പുകളൊക്കെ ആണെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ ഒരു സ്ക്വയർ വരച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഫോളോ ചെയ്യുക. അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ആ സ്ക്വയർ പലപ്പോഴും നമ്മൾ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോളോ മോഡ് നഷ്ടമാവും. അതുപോലെ നമ്മൾ ചെറുതായി പോയാൽ ഫോളോ പോവും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ബിൽഡിങ്ങിനുള്ളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മളത് ഫോളോ ചെയ്യില്ല, ഫോളോ ശരിക്കും വർക്ക് ചെയ്യില്ല. ഈ ലിച്ചി ആപ്പിൽ ഫോളോ മോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് നമ്മുടെ കൺട്രോളർ ഉണ്ടല്ലോ, നമ്മൾ ഫ്ലൈറ്റിൻ്റെ കൺട്രോളറിലുള്ള പൊസിഷനിങ് സിസ്റ്റം GPS സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് ഇത് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മളൊരു ബിൽഡിങ്ങിനുള്ളിൽ കയറിപ്പോയാലും ആ ബിൽഡിങ്ങിനെ അത് ഫോളോ ചെയ്ത് കണ്ടിരിക്കും. പുറത്തിറങ്ങുന്ന സമയത്ത് അത് അടുത്തേക്ക് വരികയും ചെയ്യും. അപ്പോൾ ഇത് ശരിക്കും ഫോളോ ചെയ്യുന്നത് ഇതിൻ്റെ GPS സിസ്റ്റത്തിനെയാണ്. നമ്മളെ പിക്ചർ കാണിച്ചു കൊടുത്തുള്ള ഫോളോ സിസ്റ്റം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യണത് ഈ GPS വെച്ചിട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന സിസ്റ്റമാണ്. ആ സിസ്റ്റം ആകുമ്പോൾ നമുക്ക് നമ്മളെ എത്ര ദൂരം നമ്മളെ ഫോളോ ചെയ്യണം, അതുപോലെ നമുക്ക് എത്ര ഹൈറ്റിൽ ഫോളോ ചെയ്യണം എന്നൊക്കെ നമ്മൾ ക്യാമറക്ക് കാണിച്ചു കൊടുത്ത് നമ്മൾ ആപ്പിൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് നമുക്ക് എന്തായാലും ഞങ്ങളിന്ന് പിന്നെ റോയൽ എൻഫീൽഡിൻ്റെ സ്കാം 411ൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ വന്നതാണ്. അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചിട്ട് കുറച്ച് സംഭവങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ ലിച്ചി ആപ്പ് ഇവിടെ ഓപ്പൺ ചെയ്തു. ലിച്ചി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക DJI ആപ്പിലുള്ളതിലും കൂടുതൽ ഒരുപാട് സംഭവങ്ങൾ ഇതിൽ കാണാൻ പറ്റും. ഒരുപാട് പിന്നെ വേ പോയിൻറ്റ് ചെയ്യുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാൻ ഫോളോ മോഡാണ് കാണിക്കുന്നത്. ഫോളോ മോഡ് മാത്രമല്ല ട്രാക്ക് മോഡും ഉണ്ട്. ട്രാക്ക് മോഡ് നമ്മൾ ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഫോളോ മോഡാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷൻ നല്ലത്. ട്രാക്ക് മോഡ് എപ്പോഴും കറക്റ്റായിട്ട് നമ്മൾ ആപ്പിലും വർക്ക് ചെയ്യാറില്ല. അതുപോലെ തന്നെ ലിച്ചിയിലും ഫോളോ മോഡ് അത്ര ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല, ട്രാക്ക് മോഡ് അത്ര ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഫോളോ മോഡ് തന്നെയാണ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡ്രോൺ ടേക്ക് ഓഫ് ചെയ്യാം. ഒപ്പം പോകണമെന്നില്ല, അത് പൊങ്ങിയായിരുന്നു. ഇപ്പോൾ ഡ്രോണ് മേലേക്ക് പൊക്കി നമ്മൾ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ 14 മീറ്റർ ഹൈറ്റിലാണുള്ളത്. 14 മീറ്റർ ഹൈറ്റിൽ ഡ്രോൺ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 14 മീറ്റർ കുറച്ച് കൂട്ടി കൊടുക്കാം.
ലിച്ചി ആപ്പിയുടെ ഫോളോ മോഡ് വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ആ കുന്നിൻ്റെ അവിടെ പോയിട്ട് തിരിച്ചു വന്നു. ആ സമയത്തൊക്കെ നമ്മൾ കൊടുത്ത ഹൈറ്റും ഡിസ്റ്റൻസൊക്കെ ഡ്രോൺ കീപ്പ് ചെയ്തിട്ട് നമ്മളങ്ങനെ റൗണ്ട് ചെയ്ത് കൂടെ വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മൾ കൂടെ വരുന്നത് എന്നുള്ളതിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആ സ്റ്റാർട്ട് ഓപ്ഷനിൽ നമുക്ക് ആദ്യം ആൾട്ടിറ്റ്യൂഡ് എത്ര മീറ്റർ വേണം, ഡിസ്റ്റൻസ് എത്ര വേണം നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ഹെഡിങ് മോഡ് നമുക്ക് കൊടുക്കാൻ പറ്റും, കംപ്ലീറ്റ് കറങ്ങണം അതല്ലെങ്കിൽ ഒരു ഭാഗത്തു നിന്നാണ് ചെയ്യേണ്ടതെന്നുള്ള ഹെഡിങ് മോഡ് കൊടുക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അത് ഗിംബിൾ മാനുവലായിട്ട് നമുക്ക് ചൂസ് ചെയ്യണം, ഓട്ടോ ആയിട്ട് ഗിംബിൾ വർക്ക് ചെയ്യണോ, ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ കൂടെ ഡ്രോൺ വന്നിട്ട് നമുക്ക് നല്ല സാധനങ്ങൾ ഇതുപോലത്തെ ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള അവസ്ഥയിലൊക്കെ നമുക്ക് നല്ല സാധനങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം DJI Mini 2-ന് ഒബ്സ്റ്റാക്കിൾ അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്യാമറ ഇല്ലാത്തതുകൊണ്ട്, അതായത് നമുക്ക് എന്തെങ്കിലും ഒബ്സ്റ്റാക്കിൾ നമ്മൾ ഇടിക്കാൻ വരികയാണെങ്കിൽ അതൊന്നും തടയാനുള്ള സംവിധാനം DJI Mini 2-ന് ഇല്ലാത്തതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു കറക്റ്റായിട്ട് ഹൈറ്റ് മരങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ കണ്ടപ്പോൾ ഒരുപാട് മരങ്ങളുണ്ട്. അപ്പോൾ മരത്തിന് നമ്മൾ മുകളിലൊക്കെ പോണ സമയത്ത് മരത്തുമ്പോൾ തട്ടുമോ എന്നുള്ളത് നമ്മൾ കെയർ ചെയ്യണം. നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് വളരെ ക്ലിയറായിട്ട് ഫ്ലൈ ചെയ്യാൻ പറ്റും ഈ ആപ്പ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഞാൻ ഡ്രോണ് നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം. ടേക്ക് ഓഫ് അല്ല, ഡ്രോൺ നമുക്ക് ലാൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നമ്മളെ കൂടെ ഫോളോ ചെയ്തു. നമ്മളെ എന്താ പറയുക, നമ്മളെ കൺട്രോളറിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഫോളോ ചെയ്തത്. മറ്റേ പഴയ ആപ്പ് പോലെ നമ്മളെ കണ്ടിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യില്ല, അതാകുമ്പോൾ പലപ്പോഴും മിസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊരിക്കലും മിസ്സാവില്ല, കാരണം കൺട്രോൾ എവിടെയുള്ള വെച്ചാൽ അവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിഷനിൽ പോയാലും നമ്മളെ ഡ്രോണിന് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ചെയ്യുമ്പോൾ ലിച്ചി ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ വേറെയും കുറേ ഓപ്ഷൻസും വേ പോയിൻറ്റ്സും ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ 2100 രൂപ കൊടുത്താലും ഞാനിത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ എനിക്ക് നഷ്ടമായിട്ട് തോന്നിയില്ല. ലിച്ചി ആപ്പ് റെക്കമെൻഡബിൾ ആണ്. ഒരുപാട് പേര് 10,000 കസ്റ്റമേഴ്സൊക്കെ യൂസ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ റിവ്യൂ ഒക്കെ കണ്ടിരുന്നു. എന്തായാലും നമുക്ക് ഇതുവരെ ഫ്ലൈയിങ്ങിലൊന്നും ഒരു പ്രശ്നമില്ല, ഡ്രോണ് മിസ്സാവുക അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതുവരെ ഉണ്ടായില്ല. ലിച്ചി ആപ്പാണ് ഇപ്പോൾ ഞാൻ ഈടായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു. ishoot photography.